വിഴിഞ്ഞത്തും കൊല്ലത്തും നടന്ന ബോട്ട് അപകടം 7 ദിവസമായി രണ്ടുപേരെയും ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. കുറെ ദിവസമായിട്ട് അവര് ചർച്ചകളും കാര്യങ്ങളും കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ നടത്തുന്നു മറ്റു നടത്തുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. കാലാവസ്ഥ ഇങ്ങനെയാണ്, കടലാണ്, മറ്റേതാണ്, മറിച്ചാണ്, ഓക്കെ മനസ്സിലാക്കാം. അവർക്ക് അവരുടെ വിഷമം എന്ന് പറയണ്ടേ, കാര്യങ്ങൾ സംസാരിക്കണ്ടേ. 7 ദിവസമായി ഒരു അമ്മ വന്ന് നിന്ന് കരയുക, അച്ഛൻ പോയ സങ്കടത്തിൽ മക്കൾ വന്ന് നിന്ന് കരയുക. അപ്പൊ അതിന്റെ താഴെ കുറെ തന്തയില്ലാത്തവന്മാരുടെ കമന്റുകൾ കാണണം. നോർത്ത് ഇന്ത്യ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുക. കൊല്ലത്ത് നീണ്ടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 പേരാ വീട്ടിൽ നിന്ന് പോയത്. അതിൽ ഗൗതം എന്ന് പറഞ്ഞ പയ്യന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ആ അമ്മ വന്ന് നിന്ന് കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ താഴെ കുറെ കമന്റുകൾ ഇട്ടിട്ടുണ്ട്, കുറെ അപരാധിച്ച പുണ്ടകള്. ഒരു ബ്ലോഗർ എന്ന് പറഞ്ഞ എടുത്തു വന്ന് കമന്റ് ഇട്ടിരിക്കുക, കാലാവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എന്തിനും വള്ളവും തള്ളി അങ്ങോട്ട് പോയതെന്ന്. അവർക്ക് അത് വള്ളം തള്ളിയാലും ജീവിക്കാൻ പറ്റും. 7 ദിവസം മുമ്പ് നടന്ന സംഭവം ഇത് മാത്രമല്ല, മറ്റേ വീഡിയോയുടെ താഴെയുള്ള കമന്റുകൾ ഇതിനപ്പുറത്തെ കമന്റുകളൊക്കെ. മന്ത്രി കണ്ടേ ഇന്നലെ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും കടപ്പുറത്തല്ലേ, കടപ്പുറത്ത് പൊക്കതിനാ എങ്ങനെ എന്നെന്തോ പുള്ളിക്കാരൻ പണഞ്ഞ്. അത് മാപ്പ് പറയേണ്ട കാര്യം തന്നെ. ഒരു സ്ഥലത്ത് അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല ആരും. അവരെയും കൂടിയൊക്കെ വോട്ട് കൊണ്ടാണ് കയറി അങ്ങിരിക്കുന്നത്. അപ്പൊ അതിന് താഴെ കമന്റ് വന്നതാ, ഭീഷണികളാ, മാപ്പ് പറയിക്കാൻ നീ ആര്, നിന്റെ മറ്റവനാ, നിന്റെ അച്ഛൻ പോയത് ചുമ്മാതല്ല, ഇതൊക്കെയല്ലേ മക്കള്, മറിച്ചത് പഠിപ്പുണ്ട്, നിനക്ക് വിവരമില്ല. പിന്നെ ഒരുത്തം വന്നിട്ടുണ്ട് ഊമ്പൂന്ന്, അവക്കൊരു ആങ്ങളെ ഉണ്ടാവും, അത് നിന്നെ അങ്ങ് ഊമ്പും, അപ്പൊ നിന്റെ കഴപ്പങ്ങ് നിൽക്കും. ഇതൊക്കെ കേൾക്കുമ്പോ എന്താ പറയുക.